ദാ നമ്മുടെ ആദ്യേട്ടൻ തന്നെയാണത്. അഗ്നിയുടെ തോളിലും തട്ടിക്കൊണ്ട് അജു വിളിച്ചതും ഏതോ ലോകത്തെന്ന പോലെ അവൻ ചോദിച്ചു പോയി. അജുവിന് ചിരിയാണ് വന്നത്. ചെറിയൊരു ട്രെയിലറിന് ഇതാണ് അവസ്ഥയെങ്കിൽ ഫുൾ മൂവിക്ക് അവന്റെ ബോധം പോകുമെന്ന് ഉറപ്പാണ്. മോർണിംഗ് വന്നേ, എല്ലായിട്ടും വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അജു അവന്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് കയറി. മീര താഴേക്ക് ചെന്നു നേരെ അമ്മമാർക്കൊപ്പം കൂടി. കൂടുതൽ സംസാരമൊന്നുമില്ലെങ്കിലും അവർ പറയുന്നൊക്കെ കേട്ടിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് പെണ്ണിന്. തങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ വിടരുന്ന അവരുടെ മിഴികളും ചിരിയും ഒക്കെ കാണുമ്പോൾ അവർക്കും സന്തോഷം തന്നെയാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നു. അമ്മമാർക്കൊപ്പം തന്നെ എല്ലാം എടുത്തുകൊണ്ട് വെക്കാൻ അവളും കൂടി. ഇതിനിടയിൽ ടേബിളിൽ തലക്ക് കൈ കൊടുത്തിരുന്നതിനെ നോക്കുന്ന അഗ്നിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാനൊപ്പം മറന്നില്ല. അവന്റെ ഇരുത്തവും ഒന്നും അറിയാതെയുള്ള പെണ്ണിന്റെ നിഷ്കളങ്കമായ പുഞ്ചിരിയും കൂടി കണ്ടതും പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചിരുന്നു അജു. കുറച്ചു മുമ്പാണ് ആദിയുടെ അവന്റെ മാത്രം അപ്പുവിന്റെയും കാര്യം അഗ്നിയോട് പറഞ്ഞത്. എല്ലാം കേട്ട് കഴിഞ്ഞതും തലക്ക് കൈ കൊടുത്ത് ഒരേ ഇരിപ്പായിരുന്നു അഗ്നി. അവളെന്റെ ക്രഷായിരുന്നു ഏട്ടാ എന്ന് പറഞ്ഞ് മോങ്ങിയവനെ കുറിച്ച് ഓർത്തവും എത്രയൊക്കെ നിയന്ത്രിച്ചിട്ട് ഉറക്കെ ചിരിച്ചു പോയിരുന്ന അജു. നിനക്കെന്താ ഭ്രാന്താണോടാ വെറുതെ ചിരിക്കാൻ? ആയിഷ അടുത്തുള്ള ചേർ നീക്കിട്ടിരുന്നോട് ചോദിച്ചതും അജു അവനെ കൂർപ്പിച്ച് നോക്കിയൊന്ന് പുച്ഛിച്ച് വിട്ടു. എല്ലാം അറിയുമ്പോൾ നിനക്കൊന്നും ഭ്രാന്ത് പിടിക്കാണ്ടിരുന്നാ മതി. ഉള്ളിലായിട്ടൊന്ന് ആത്മതിക്കുകയും ചെയ്തു. അപ്പോഴേക്ക് ആദ്യം റെഡിയായി വന്നിരുന്നു. എല്ലാവരുടെയും മിഴികളിൽ ഒരുപോലെ സന്തോഷം നിറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളായിട്ടുള്ള അവന്റെ മാറ്റം അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരിക്കലും അവനെ വിശ്വസിക്കാതെ പോയതിന് അവൻ നൽകുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ അവരെല്ലാം തയ്യാറായിരുന്നു. എന്നാൽ എല്ലാവരെയും നോവിച്ചുകൊണ്ട് അവൻ കുടുംബത്തിൽ നിന്ന് തന്നെ അകന്നു. അജുവിനോടൊഴിച്ച് മറ്റാരോട് ഒരു വാക്കുപോലും സംസാരിക്കാതെയായി. ഇന്നിപ്പോൾ അവനുള്ള ചെറിയൊരു മാറ്റം പോലും അത്രയേറെ അവരെയെല്ലാം സന്തോഷിപ്പിച്ചിരുന്നു. ആദിയുടെ നോട്ടം അപ്പോഴും അവന്റെ കിളിക്കുഞ്ഞിന്റെ മേൽ മാത്രമായിരുന്നു എന്ന് മറ്റൊരു സത്യം. താൻ വന്നിരുന്നപ്പോഴേ വിടർന്നുപോയ ആ മിഴികളും ചുവന്നു തൊടുത്ത കുഞ്ഞു മുഖവും കാണെ അവളെയും വാരി പിടിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാനാണ് അവന് തോന്നിയത്. മറ്റാരുടെയും ശല്യമില്ലാതെ താനും അവളും മാത്രമായൊരിടം. മാതിയുടെ അതിനെ നോക്കി ചോരൂറ്റിയത്. എന്റെ കൊച്ചാ പ്ലേറ്റിലുള്ളെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ. ഇമച്ചിമാതിയുള്ള അവന്റെ നോട്ടത്തിൽ പരവേശത്തോടെ പ്ലേറ്റിൽ വിരലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നവളെ കാണെ അജു പതിയെ ആദിയുടെ കാതിലായി അടക്കം പറഞ്ഞു. അവനെ ഒന്ന് പുച്ഛിച്ചു വിട്ടെങ്കിലും ചെക്കൻ പറഞ്ഞ കാര്യമായതുകൊണ്ട് ആദ്യം ഒരു ചിരിയോടെ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. ആദിയുടെ നോട്ടവും മീരയുടെ മുഖത്തെ നാണവും എല്ലാം കണ്ടതും അമ്മമാരുടെ ഉള്ളിൽ വീണ്ടും മോഹങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞു. ആദി നോക്കുമ്പോൾ മാത്രം മീരയിൽ തീർത്തും മറ്റൊരു ഭാവമാണ്. അജുവിനെ നോക്കുന്ന കണ്ണിൽ ഒരേട്ടനോടുള്ള സ്നേഹവും ബഹുമാനവും നിറയുമ്പോൾ അല്പം പേടിയും അപരിചിതത്വവും തന്നെയാണ് അവളിൽ. ഞാൻ പറഞ്ഞില്ലേ എഴുത്തി, എന്റെ ആഗ്രഹം തന്നെ നടക്കും. സുധാമ കാര്യമായി തന്നെ സീതാമ്മയുടെ ചെവിയിൽ പറഞ്ഞതും സീതാമ്മയും മനസ്സിറയുന്ന സന്തോഷത്തോടെ അതേന്ന് തലയാട്ടി കാണിച്ചു. പോയിട്ട് വരാട്ടോ, എന്റെ കിളിക്കുഞ്ഞ് നല്ല മോളായിട്ടിരിക്കണേ. അവരുടെ എല്ലാം ശ്രദ്ധയൊന്നു മാറിയതും മീരയെ നേരെ അവരുടെ മുറിയിലേക്ക് വലിച്ചു കയറ്റി ഡോറടച്ചതിൽ ചാരിയുന്നുകൊണ്ടാണ് പറച്ചിൽ. ഒരു കുഞ്ഞിനോടെന്ന പോലെയാണ് ഓരോ വാക്കുകളും അവൻ പറയുന്നത്. അവളൊരു കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അവനെ. അവസാനമായി ഒന്ന് കാണുമ്പോൾ അത്രയും പേര് ഒറ്റക്ക് അടിച്ചു വീഴ്ത്തുന്നതാണ് കണ്ടത്. ദേഷ്യം കൊണ്ട് ചുവന്നു കയറിയ മുഖം, വലിഞ്ഞു മുറുകിയ പേശികൾ, ശരിക്കും ഒരു ചെകുത്താൻ തന്നെയായിരുന്നു എന്ന് തോന്നിയവൾക്ക്. എന്നാൽ ഇപ്പോൾ തീർത്തും മറ്റൊരാളാണ് മുന്നിൽ. ഒരു കടലോളം സ്നേഹവും പ്രണയവും ഉള്ളിൽ നിറച്ച തൻ്റെ മാത്രം ആദിയേട്ടൻ. ഒരു വാക്ക് പോലും പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ. അതിലുണ്ടായിരുന്നു പറയാതെ പറഞ്ഞ അവളുടെ പ്രണയം അത്രയും. ആദി പോയത് മുതൽ ആകെ മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് പെണ്ണ്. ഒന്നിനൊരു ഉത്സാഹവും ഇല്ലാത്ത പോലെ. വെറുതെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു എന്ന് തോന്നിപ്പോവും. ചിലപ്പോൾ അപ്പൂന്ന് വിളിക്കുന്നത് കേൾക്കാൻ, മറ്റു ചിലപ്പോൾ അത്രയും സ്നേഹം തോന്നുമ്പോൾ കിളിക്കുഞ്ഞേ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ. പക്ഷേ കഴിയില്ലല്ലോ. വലിയ തിരക്കൊക്കെയുള്ള ആളില്ലേ എന്ന് സ്വയം പറഞ്ഞ് ആശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. മോളി ഇവിടെ വന്നിരിക്കുകയാണോ? അരികിൽ വന്നിരുന്നുകൊണ്ട് സീതാമ്മ ചോദിച്ചോ. ഒന്ന് ഞെട്ടിപ്പോയി പെണ്ണ്. ഇതിനും പേടിച്ചു പോയോ? അവിടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് അമ്മ ചോദിച്ചു. നേരത്തെ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അവിടെ മറുപടി. ഒരു നിമിഷം സീതാമ്മ കണ്ണെടുക്കാതെ അവിടെ മുഖത്തേക്ക് നോക്കി നിന്നുപോയി. ഒരു കുഞ്ഞു മോളാണെന്ന് തോന്നിപ്പോയവർക്ക് അത്രയും നിഷ്കളങ്കമാണ് ആ മുഖം. ആർക്കും കയ്യിലെടുത്ത് കൊഞ്ചിക്കാൻ തോന്നിപ്പോവും. ദൈവമേ, എൻ്റെ ആദിക്ക് തന്നെ തന്നേക്കണേ ഇവളെ. ഉള്ളാലെ ഒരു നിമിഷം പ്രാർത്ഥിച്ചു പോയത് അതാണ്. നീളമുള്ള അവിടെ മുടിയിൽ തഴുകിക്കൊണ്ട് അമ്മ ചോദിച്ചതും അതേ എന്ന പോലെ തലയൊന്ന് അനക്കിയവൾ. ആ കേസിന്റെ കാര്യമുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ മോൾക്ക് അഡ്മിഷൻ എടുക്കായിരുന്നു. സീതാമ്മ പറയുമ്പോൾ മാത്രമാണ് അപ്പയുടെ കേസിന്റെ കാര്യം പോലും അവൾ ഓർത്ത് തന്നെ. ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയതുപോലെയാണ് ഇപ്പോഴുള്ള തൻ്റെ ജീവിതം എന്ന് തോന്നിപ്പോയവൾക്ക്. ആരെയും ഓർക്കാതെ ഒരാളിൽ മാത്രം മനസ്സും ചിന്തകളും തങ്ങി നിൽക്കുന്നു. ആഹാ, രണ്ടാളും ഇവിടെ വന്നിരിക്കുവാണോ? ചെറിയമ്മ ചോദിച്ചുകൊണ്ട് വന്നു. ഇരുവരും ഒരുപോലെ അവിടേക്ക് നോക്കി. ഒപ്പം സുധാമയുമുണ്ട്. ഇവിടെ ഇങ്ങനെ ഞങ്ങളൊന്നും വന്നിരിക്കാറില്ല മോളെ.
സത്യം പറഞ്ഞ ഗാർഡനിൽ ഇതുപോലെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പോലും ഓർക്കാറില്ല. സുധാമ നേർത്തൊരു ചിരിയോടെ പറഞ്ഞു. മീരയൊന്ന് പുഞ്ചിരിച്ചു. ഏറെ നേരം അവരുടെ കഥകൾ കേട്ടും പരസ്പരമുള്ള സംസാരം കേട്ടും ഇരുന്നു. അപ്പോഴും മനസ്സ് ആ ഒരുവിൽ തന്നെയാണ്. ഉച്ചക്ക് ഊണ് കഴിച്ചു കാണുമോ, എന്തെടുക്കുകയായിരിക്കും, എന്നെ ഓർക്കുന്നുണ്ടാവുമോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ അവന് ചുറ്റും. ക്ലയന്റുമായിട്ടുള്ള മീറ്റിങ്ങിനിടയിലും അസ്വസ്ഥതയോടെ ഇരിക്കുന്നവനെ കാണെ അജുവിന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു പോയി. ദൈവമേ, ഈ ചെകുത്താൻ നീ എങ്ങനെയാ ഇങ്ങനെ കുഞ്ഞുമണിയാക്കിയേ? അജു അറിയാതെ ഉള്ളിൽ ഓർത്തു പോയിരുന്ന ആ നിമിഷം. രാവിലെ വന്നപ്പോൾ മുതൽ അവന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. വേണ്ടിയും വേണ്ടാതെയും സ്റ്റാഫിനെ ഫയർ ചെയ്ത് കലിപ്പ് കാണിച്ച് ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കാൻ ശ്രമിച്ചുകൊണ്ട് 3 മണിക്ക് തുടങ്ങിയ ക്ലയന്റ് മീറ്റിംഗ് പോലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഇരിക്കുകയാണ്. അജു, എന്താടാ നീ വീട്ടിലേക്കൊന്ന് വിളിക്കേ? എന്തിന്? പറഞ്ഞ അനുസരിച്ചുകൂടെ നിനക്ക്. വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കണം. എന്തിന് ഏതിനൊന്നും നീ ഇങ്ങോട്ട് ചോദിക്കണ്ട. മീറ്റിങ്ങിനിടയിലുള്ള ഫ്രീ ടൈമിൽ വന്ന് അജുവിനോട് ചാടിക്കടിക്കുവാണ്. കാര്യം എന്താണെന്ന് മനസ്സിലായെങ്കിലും ആദ്യം ഒന്ന് വട്ടാക്കാന്ന് വിചാരിച്ചിരുന്ന അജുവിനെ ഞെട്ടിച്ചുകൊണ്ട് ചെക്കൻ കലിപ്പായതും എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. സ്വയം നെറ്റിയിൽ അടിച്ച് ആത്മഹതിച്ചുകൊണ്ട് അഗ്നിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തവൻ. അഗ്നി ഇന്ന് ലീവാണ്, അതുകൊണ്ട് വീട്ടിൽ കാണുന്ന ഉറപ്പാണ്. അതാണ് അവനെ തന്നെ വിളിച്ചത്. ഉച്ചക്കുള്ള ഫുഡ് കഴിച്ച സുഖനിദ്രയിൽ ആഴ്ന്നു കിടക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. അജുവേട്ടൻ കോളിംഗ് എന്ന് കണ്ടത് അലസമായി കോൾ എടുത്തുകൊണ്ട് അവൻ കാതിലേക്ക് വെച്ചു. പറയട്ടാ. നീ ചെന്ന് കുഞ്ഞുമണിക്കൊന്ന് ഫോൺ കൊടുക്ക്. ആർക്ക്? എടാ മീരമോൾക്ക് ഫോൺ കൊടുക്കാൻ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ നിന്റെ വലിയ അടുത്തേക്ക് ഫോൺ കൊടുക്കാൻ. അജു ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞതും അഗ്നിയുടെ ഉറക്കൊക്കെ വന്ന വഴി തിരിച്ചു പോയിരുന്നു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർപ്പിക്കുന്നു വേണ്ട. ചെക്കൻ ഇത്തിരി കെറുകോടെ പറഞ്ഞു. അല്ല പിന്നെ, അത്രയും ഭംഗിയോ അടക്കോ ദുഃഖമൊക്കെ ഉള്ള ഒരു പെണ്ണിനെ കണ്ട ഏതാണാ നോക്കി പോവാത്ത? അത്രയല്ലേ അഗ്നിയും ചെയ്തുള്ളൂ. അതെ, നിന്നെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചില്ലെങ്കിലേ നിന്റെ വലിയായിട്ട് നീ ഒരു പണിയാവും. വെറുതെ എന്തിനാ? അജു ഇത്തിരി പുച്ഛത്തോടെ പറഞ്ഞു. ആദിയുടെ ഓർമ്മയിൽ അഗ്നിയൊന്ന് ഞെട്ടി. കാലത്ത് അജുവിന്റെ കൈയും കാലും പിടിച്ച തന്റെ ക്രഷിന്റെ കാര്യം ഏട്ടനറിയാതെ ഒതുക്കി തീർത്ത്. ഞാനിപ്പോ ഫോൺ കൊണ്ട് കൊടുക്കാം. അജുവിനെ കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ ഫോണും കൊണ്ട് ഡോറിന്ന് താഴേക്ക് പാഞ്ഞവൻ. അടുക്കളയിൽ നിന്ന് അമ്മമാരുടെ ശബ്ദം കേട്ടത് മീര അവിടെ കാണുമെന്നോർത്തുകൊണ്ട് അവൻ അവിടേക്ക് നടന്നു. എടുത്തി ഫോണ്. ചെക്കൻ പറഞ്ഞുകൊണ്ട് ചെന്നത് ഇപ്പുറത്ത് നിന്ന് അജു അടക്കൊന്ന് ഞെട്ടിപ്പോയിരുന്നു. എടുത്തിയോ? അതാരാ? സുധാമ കണ്ണുമിഴിച്ചുകൊണ്ട് ചോദിച്ചത് മീര ഉൾപ്പെടെ എല്ലാവരിലും അതേ ചോദ്യം തന്നെയായിരുന്നു. അത് ഞാൻ മീരയെ വിളിച്ച പെട്ടെന്ന് നാക്കുളുക്കിയതാ. ഒന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു. അതത്ര വിശ്വാസാവാത്ത പോലെ മീര ഒഴിച്ച് ബാക്കിയുള്ളവർ അവനെ നോക്കി. എന്റെ കൊച്ചിന് പിന്നെ ഇത്രയും കള്ളത്തിനൊന്നും അറിയില്ലല്ലോ. മീര, ഇതാ ഫോൺ. അജുവേട്ടനാ, തന്നോടെന്തോ പറയാനുണ്ടെന്ന്. കൂർപ്പിച്ച് നോക്കുന്ന അമ്മമാരെ പാടെ അവഗണിച്ചുകൊണ്ട് ഫോൺ മീരയ്ക്ക് നേരെ നീട്ടിയതും എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കയ്യിലേക്ക് വാങ്ങി ഫോൺ. ചെല്ലി സംസാരിച്ചു വാ, മോളുടെ ഏട്ടനല്ലേ? ചെറിയമ്മൊരു ചിരിയോടെ പറഞ്ഞു. മീര സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഹലോ. കുഞ്ഞുമണി, ഒരാൾക്ക് കൊടുക്കാവേ, ഇല്ലെങ്കിൽ അവൻ എന്നെ എടുത്തിട്ട് അടിക്കും. പിന്നെ ഏട്ടന്റെ മോൾ ആ ചെകുത്താനോട് പറയണേ, എന്റെ ഏട്ടൻ പാവാണ്, ഉപദ്രവിക്കരുത്, വഴക്ക് പറയരുത്, അധികം പണി എടുപ്പിക്കരുതെന്നൊക്കെ. എന്നാ ഞാൻ ഫോൺ അവന് കൊടുക്കാം. അജു പറഞ്ഞതേ പെണ്ണിന്റെ ചുടികൾ അത്രയും ഭംഗിയായി ഒന്ന് വിടർന്നു.